രാഷ്ട്രീയ അനിശ്ചിതത്വം കൊണ്ട് പ്രതിസന്ധിയിലായ ദക്ഷിണ കൊറിയയ്ക്ക് മേൽ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുകയാണ് ഉത്തര കൊറിയ. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ദക്ഷിണ കൊറിയ സന്ദർശന വേളയിൽ തന്നെ ഉത്തര കൊറിയ തൊടുത്തുവിട്ട മിസൈൽ അമേരിക്കയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പായി കണക്കാക്കാം. പ്രസിഡന്റ് യുൻ സുക് യോളിന്റെ ഇംപീച്ച്മെന്റിനെ തുടർന്ന് ദക്ഷിണ കൊറിയ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് നീങ്ങുന്ന ഒരു നിർണായക സമയത്താണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സിയോൾ സന്ദർശനം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദക്ഷിണ കൊറിയയ്ക്കൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്ന് ഇദ്ദേഹം ദക്ഷിണ കൊറിയയെ അറിയിച്ചിരുന്നു. ദക്ഷിണ കൊറിയയും ജപ്പാനുമായി സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്താനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെ വിമർശിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ അടുത്തിടെ അമേരിക്കൻ വിരുദ്ധ നയം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആക്രമണത്തിൽ അഴിച്ചുവിടുന്നതിനുള്ള ആണവ സംഘം എന്നാണ് കിം മൂവർ രാജ്യങ്ങളുടെ സഹകരണത്തിന് വിശേഷിപ്പിച്ചത്. യുനിന്റെ ഇംപീച്ച്മെന്റിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന അസ്ഥിരത ഈ പ്രതിപക്ഷ സഖ്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്നതിൽ സംശയമില്ല. കാരണം യുനിന്റെ നേതൃത്വത്തിലുള്ള ഈ സഖ്യം മുന്നോട്ട് പോയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തുമ്പോഴാണ് കിമ്മിന്റെ അമേരിക്കൻ വിരുദ്ധ പ്രസ്താവനകൾ വീണ്ടും ചർച്ചയാകുന്നത്. തന്റെ ആദ്യ ടൈമിൽ ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ട്രംപ് 3 തവണ കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് അമേരിക്കയുമായി ഉത്തര കൊറിയ സൈനിക സഹകരണം കെട്ടിപ്പടുക്കാനുള്ള സാധ്യതകൾ ഉയർന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക യുക്രൈനെയും ഉത്തര കൊറിയൻ പട്ടാളം റഷ്യയെയും പിന്തുണയ്ക്കുന്നത് ഉത്തര കൊറിയ അമേരിക്ക രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ തങ്ങളുടെ സൈനിക ശേഷി ഉയർത്തിക്കാണിക്കുന്നതിനുള്ള ശക്തി പ്രകടനങ്ങൾ ഇനിയും ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരും. സൈനിക നിയമം ചുമത്താനുള്ള യുനിന്റെ ഹ്രസ്വകാല തീരുമാനം വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടവുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ദക്ഷിണ കൊറിയയുടെ തീരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചു. യുൻ സുക് യോൾ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ മികച്ച സഹകരണത്തിലായിരുന്നു. ത്രികക്ഷി സഖ്യത്തിലെ ശക്തിപ്പെട്ട ഒരു ബന്ധം യുനിന്റെ ഒറ്റ തീരുമാനത്തിലൂടെയാണ് ത്രിശങ്കുവിലായത്. ദക്ഷിണ കൊറിയയുമായുള്ള അമേരിക്കയുടെ കൂട്ടുകെട്ട് തങ്ങളുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായെന്ന് ഉത്തര കൊറിയ നിരീക്ഷിക്കുന്നത്. ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ സൈനിക സേനയുടെ സാന്നിധ്യം ഉത്തര കൊറിയയെ വളയാനുള്ള അവരുടെ ശ്രമമാണ് കാണുന്നത്. അമേരിക്കയുമായുള്ള ദക്ഷിണ കൊറിയയുടെ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക അന്തരം കൂടുതൽ വർദ്ധിപ്പിക്കും. ദക്ഷിണ കൊറിയയുമായുള്ള സൗഹൃദത്തിലൂടെ അവരുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന സംശയവും ഉത്തര കൊറിയയ്ക്കുണ്ട്. ഇംപീച്ച്മെന്റും വിചാരണ നടപടികളും കൊണ്ട് ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. വലിയ വിഭാഗം ആളുകൾ യുനിന്റെ സൈനിക നിയമ നടപടികളെ വിമർശിക്കുകയും ഇംപീച്ച്മെന്റ് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു കൂട്ടം യാഥാസ്ഥിതികൾ പിന്തുണയുമായി മുന്നോട്ട് വരുന്നുണ്ട് എന്നത് യുനിന്റെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമാണ്. നിലവിൽ യുനിനെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ 6 മാസത്തെ സമയമാണുള്ളത്. വിധി അനുകൂലമായാൽ യുനിന് വീണ്ടും അധികാര സ്ഥാനത്തേക്ക് തിരികെ എത്താം. അല്ലാത്ത പക്ഷം രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കും. യുനിനെ പിന്തുണച്ചിരുന്ന പത്രങ്ങൾ പോലും അടുത്ത കാലത്ത് വിമർശനാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് യുനിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റമുണ്ടാകാം. അതുകൊണ്ട് അടുത്ത 6 മാസത്തിനുള്ളിൽ ദക്ഷിണ കൊറിയൻ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് തീർത്തും പറയാനാവില്ല.